എല്ലാവർക്കും വിന്നേഴ്സ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ക്ലാസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് അടുത്തൊരു 5 ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ കൂളന്റ് ഇൻ എ കൂളിംഗ് സിസ്റ്റം ഈസ് റേസ്ഡ് ബൈ. ഒരു കൂളിംഗ് സിസ്റ്റത്തിൽ കൂളന്റ് ഉപയോഗിക്കുമെന്ന് നമുക്കറിയാം അല്ലെ. ആ കൂളന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ഉയർത്തുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ പ്രഷർ ക്യാപ്പ്, ദെൻ പമ്പ് കേസിംഗ്, തേർഡ് ഓപ്ഷൻ തെർമോസ്റ്റാറ്റ് വാൽവ്, ദെൻ ഫോർത്ത് ഓപ്ഷൻ റേഡിയേറ്റർ. അപ്പോൾ എന്തിനാണ് ഈ ബോയിലിംഗ് പോയിന്റ് ഉയർത്തുന്നത് എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അതായത് നമുക്കറിയാം വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് സാധാരണ നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ 1 ബാർ ഒക്കെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പറയുന്നത്. ആ ഒരു പ്രഷറിൽ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ആ പ്രഷർ മാറിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് മാറും. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോൾ നമുക്കറിയാം ഒരു കൂളിംഗ് സിസ്റ്റത്തിന് അകത്ത്, അതായത് ഹോട്ട് വാട്ടർ ആണ് അതിന്റെ അകത്ത് വരുന്നത് അല്ലെ. എഞ്ചിനിൽ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഹോട്ട് വാട്ടർ ആണ് അവിടെ വരുന്നത്. റേഡിയേറ്ററിന്റെ ആ ഭാഗത്തേക്ക് വരുന്നത് ഹോട്ട് വാട്ടർ ആണ്. അപ്പൊ ഈ ഹോട്ട് വാട്ടറിന്റെ ടെമ്പറേച്ചർ ആ ഒരു 1 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ തന്നെ നിന്നിട്ട് 100 ഡിഗ്രിക്ക് മേളിലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അയാൾ ബോയിൽ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അതിന്റെ അകത്തെ അല്ലെങ്കിൽ ആ കൂളിംഗ് സിസ്റ്റത്തിന് അകത്തെ പ്രഷർ നമ്മൾ എന്ത് ചെയ്യും? റേസ് ചെയ്ത് നിർത്തും. അങ്ങനെ റേസ് ചെയ്ത് നിർത്തുമ്പോൾ എന്താണ് ഗുണം? അയാളുടെ ബോയിലിംഗ് പോയിന്റും സ്വാഭാവികമായിട്ടും കൂടും. അതായത് ആ സാധാരണ ടെമ്പറേച്ചർ ബോയിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാലാണിത് അയാൾ ബോയിൽ ചെയ്യുള്ളൂ. അപ്പോൾ ആ ബോയിലിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രശ്നത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു കൂളിംഗ് സിസ്റ്റത്തിനകത്തെ പ്രഷർ നമ്മൾ റേസ് ചെയ്ത് നിർത്തുന്നത്. അത് ഏത് കമ്പോണന്റ് വെച്ചിട്ടാണ് നമ്മൾ ആ പ്രഷർ റേസിംഗ് നടത്തുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ പ്രഷർ ക്യാപ്പ് ഉണ്ട്, ദെൻ പമ്പ് കേസിംഗ്, അതായത് നമ്മുടെ കൂളന്റ് ഒക്കെ പമ്പ് ചെയ്യാനായിട്ട് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു പമ്പ് ഉണ്ടാവും. ആ പമ്പ് കേസിംഗ് ആണോ? ഇനി അതല്ല തെർമോസ്റ്റാറ്റ് വാൽവ്. എന്താണ് തെർമോസ്റ്റാറ്റ് വാൽവ്? നമ്മൾ ലാസ്റ്റ് ഫസ്റ്റ് പാർട്ട് കാണാത്തവരെ ഫസ്റ്റ് പാർട്ട് ഒന്ന് കാണുക. അതിൽ എന്താണ് തെർമോസ്റ്റാറ്റ് വാൽവ് എന്നും അതിന്റെ ഉപയോഗം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ഒരു കൂളിംഗ് സിസ്റ്റത്തിൽ തന്നെ ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയതിനു ശേഷം മാത്രം ഈ വാൽവ് ഓപ്പൺ ആയിട്ട് റേഡിയേറ്റർ വഴി സർക്കുലേഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തെർമോസ്റ്റാറ്റ് വാൽവ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ റേഡിയേറ്റർ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. ആ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു പാർട്ടാണിത് റേഡിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പ്രഷർ ക്യാപ്പ് ആണ്. അതായത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ എ. അപ്പൊ ഒരു പ്രഷർ ക്യാപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അയാളുടെ ഫംഗ്ഷൻ, എങ്ങനെയാണ് അയാളെ കാണാനിരിക്കുന്നത്, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഓക്കെ, ഇതാണ് ഒരു പ്രഷർ ക്യാപ്പിന്റെ ആ ഒരു ഫിഗർ. നമ്മൾ ആ കാറിന്റെ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ ആ റേഡിയേറ്ററിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇരിക്കുന്ന ഈ ഒരു ക്യാപ്പ്, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ ക്യാപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ ഒരു കോഷൻ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഒരു ഡേഞ്ചർ വാർണിംഗ് ഒക്കെ മുകളിൽ ഉണ്ടാവും അല്ലെ. കാർ ഓടി വന്ന് നിൽക്കുന്ന സമയത്ത് അത് ഓപ്പൺ ആക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഡേഞ്ചർ വാർണിംഗ് ഒക്കെ അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു റേഡിയേറ്റർ ക്യാപ്പ് ഇതിനകത്തെ പ്രഷർ കൂട്ടി നിർത്തുന്നത്, റേസ് ചെയ്ത് നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അതിന്റെ ഒരു അഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിസ്മാൻഡിൽ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടെ കാണാം. അഴിച്ചെടുത്തിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടെ കാണാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്പ്രിങ് കാണാം. കണ്ട, ഒരു സ്പ്രിങ് കാണാം. ഈ സ്പ്രിങ് ഒരു പ്രഷർ അല്ലെ, ഒരു പർട്ടിക്കുലർ ടെൻഷൻ അല്ലെങ്കിൽ ഒരു എന്താണ് പ്രഷർ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഈ സ്പ്രിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ റേഡിയേറ്റർ ക്യാപ്പ് നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ അയാളെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ അയാളെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ അയാളെ തിരിച്ച് അയാളെ നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. ആ ഒരു പ്രസ്സിങ് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, അവിടെ ഒരു പ്രഷർ കൊടുക്കുകയാണ്. ഒരു പർട്ടിക്കുലർ പ്രഷർ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യണം. ആ ഒരു പ്രഷറാണ് എന്ത് ഈ കൂളിംഗ് സിസ്റ്റത്തിനകത്ത് എന്തായിട്ട് നിൽക്കുന്നത്? റേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ അത് എന്തിനു സഹായിക്കും? കൂളന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ഉയർത്താനായിട്ട് സഹായിക്കും. അപ്പൊ കൂളന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ഉയർത്താൻ സഹായിക്കുന്ന കമ്പോണന്റ് ഏതാണ് കൂളിംഗ് സിസ്റ്റത്തില്? പ്രഷർ ക്യാപ്പ് ആണ്, നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയാണ്. Second question, which among the following tool is suitable for inserting piston with rings into the engine cylinder? അതായത് നമുക്കറിയാം ഇതിന്റെ അസംബ്ലി, എഞ്ചിന്റെ അസംബ്ലി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ എഞ്ചിൻ സിലിണ്ടറിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പിസ്റ്റണെ ഇറക്കി വെക്കുന്നുണ്ട്.
ആ പിസ്റ്റനെ ഇറക്കി വെക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ആ പിസ്റ്റൺ റിങ്സ്, നമുക്ക് ആ പിസ്റ്റന്റെ ആ ഒരു സർഫസിൽ കാണാവുന്ന ആ ഒരു പിസ്റ്റൺ റിങ്സ്, ആ പിസ്റ്റൺ റിങ്സ് വെച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പിസ്റ്റനെ സിലിണ്ടറിനകത്തേക്ക് നമ്മൾ ഇറക്കി വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഇറക്കി വെക്കുമ്പോൾ നമ്മൾ എന്ത് ടൂള് ഉപയോഗിച്ചിട്ടാണ് ഇയാളെ ഈ സിലിണ്ടറിനകത്തേക്ക് ഇറക്കി വെക്കാൻ ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. കാരണം ഈ പിസ്റ്റൺ റിങ്സ് കൂടി വന്നു കഴിയുമ്പോൾ ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ടാവും, അത് ചെറുതായിട്ടൊന്ന് തള്ളി നിൽക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെറുതെ കൈകൊണ്ട് നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ റിങ്സ് സിലിണ്ടർ വാൾസിൽ തട്ടി ഇങ്ങനെ നിൽക്കും, താഴേക്ക് ഇറക്കി വെക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പൊ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പിസ്റ്റൺ റിങ് ഉൾപ്പെടെയുള്ള പിസ്റ്റനെ സിലിണ്ടറിനകത്തേക്ക് നമ്മൾ ഇറക്കി വെക്കുന്നത്. അത് ഏത് ടൂളാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സ്ക്രൂ ഡ്രൈവർ ആണോ? കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരിക്കലും സ്ക്രൂ ഡ്രൈവർ ആവില്ല. ദെൻ പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡർ, പിസ്റ്റൺ റിംഗ് കംപ്രസർ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി അബോവ്. ഇവരുടെ എല്ലാം സഹായത്തോടു കൂടിയാണോ നമ്മളത് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. ഇപ്പൊ സ്ക്രൂ ഡ്രൈവർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, അയാൾ എന്തായാലും ആവില്ല എന്ന് നമുക്കറിയാം. ദെൻ പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡർ എന്താണ്, പിസ്റ്റൺ റിംഗ് കംപ്രസർ എന്താണ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ നോക്കാം എന്താണ് ഒരു പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡറും കംപ്രസറും. ഈ ഒരു ഫിഗർ നിങ്ങൾ കണ്ടോ, ഈ ഫസ്റ്റ് ഫിഗർ ആണ് ഒരു പിസ്റ്റൺ റിംഗ് കംപ്രസർ എന്ന് പറയുന്ന ആള്, പിസ്റ്റൺ റിംഗ് കംപ്രസർ. ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്ന ഈ രണ്ട് ഫിഗറും ഒരു എക്സ്പാൻഡറിന്റെ, പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡറിന്റെ അയാളുടെ ഫംഗ്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു പിസ്റ്റൺ റിംഗ് കംപ്രസർ വർക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമ്മൾ ആ ഒരു പിസ്റ്റണും പിസ്റ്റൺ റിംഗും ഉൾപ്പെടെയുള്ള ആളെ നമ്മൾ എടുത്തെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന ഭാഗം അല്ലെങ്കിൽ ഈ കംപ്രസർ, പിസ്റ്റൺ റിംഗ് കംപ്രസറിനെ അതിന്റെ മോളിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വെക്കും. അതായത് പിസ്റ്റണിന്റെ മോളിൽ കൂടി ടോപ്പിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇയാളെ ഇറക്കി വെക്കും. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ലോട്ട് കാണാം. ഈ സ്ലോട്ടിൽ ഒരു കീ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടൈറ്റ് ചെയ്യും. അങ്ങനെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, ടൈറ്റ് ചെയ്യുമ്പോൾ ഈ അകത്തുള്ള പിസ്റ്റണും അതിന്റെ ചുറ്റുമുള്ള പിസ്റ്റൺ റിംഗും ഉണ്ട്. ആ പിസ്റ്റൺ റിംഗ് എന്താവും, അകത്തിരുന്ന് കംപ്രസ് ആവും, നന്നായിട്ട് കംപ്രസ് ആവും, അതിന്റെ മാക്സിമം കംപ്രഷൻ എത്തും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പാർട്ടിനെ കൊണ്ടുപോയിട്ട്, ഇപ്പൊ ഒരു പാർട്ടായിട്ട് ഒറ്റ പാർട്ടായിട്ടാണ് ഇരിക്കണേ, ഈ പാർട്ടിനെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ എഞ്ചിൻ സിലിണ്ടറിലേക്ക് ഇങ്ങനെ ഇറക്കും. അതായത് പിസ്റ്റണെ എഞ്ചിൻ സിലിണ്ടറിലേക്ക് ഇങ്ങനെ ഇറക്കും. എന്നിട്ട് അപ്പൊ ഈ പാർട്ട് മുകളിലുണ്ട്, നമ്മൾ എന്ത് ചെയ്യും, ഈ ടോപ്പിൽ നിന്ന് പതുക്കെ തട്ടി കൊടുക്കും. അങ്ങനെ തട്ടി തട്ടി എന്ത് ചെയ്യും, ഈ പിസ്റ്റൺ കംപ്ലീറ്റ് ആയിട്ട് എന്തിന്റെ അകത്തേക്ക് പോകും, സിലിണ്ടറിന്റെ അകത്തേക്ക് പോകും. അപ്പോ നേരത്തെ നമ്മൾ ആ പറഞ്ഞ ആ പിസ്റ്റൺ റിങ് സിലിണ്ടർ വാൾസിൽ തട്ടി അകത്തേക്ക് പോവാതിരുന്ന ആ ഒരു അവസ്ഥ നമ്മൾ എങ്ങനെ ഒഴിവാക്കി, പിസ്റ്റൺ റിങ്സിനെ നമ്മൾ അമർത്തി പിടിച്ചേക്കാണ്, പ്രസ് ചെയ്ത് പിടിച്ചേക്കാണ് ഇയാൾ വെച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, മുകളിൽ പതുക്കെ തട്ടി തട്ടി നമ്മൾ എന്ത് ചെയ്യും, പിസ്റ്റൺ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സിലിണ്ടറിന്റെ അകത്തേക്ക് ഇറക്കി വെക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താന്ന് നമുക്ക് പറയാം, ആ ഒരു പിസ്റ്റൺ കംപ്രഷൻ ആണ്, പിസ്റ്റൺ കംപ്രസറി എന്താ പറയാ, പിസ്റ്റൺ റിംഗ് കംപ്രസർ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ, ഓപ്ഷൻ സി. ഇനി എന്താണ് പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡർ നോക്കിയേ. അതായത് നമുക്ക് ഈ പിസ്റ്റണെ അതിനകത്ത് ആ പിസ്റ്റൺ റിങ്ങിനെ പിസ്റ്റന് മുകളിലേക്ക് വെക്കാനും അതിനുശേഷം അത് അവിടെ നിന്ന് എടുത്തു മാറ്റണമെങ്കിലും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡർ എന്ന് പറയുന്നത്. നോക്കിയേ, ആ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ഏതാണ്ട് പ്ലെയർ പോലെ. പക്ഷെ ഇയാൾ എന്താണ്, നമ്മളിവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ, ഈ ഹാൻഡിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഹാൻഡിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ ടിപ്പ് ഉണ്ടല്ലോ, ഈ പോർഷൻ ഇത് അകലുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വർക്കിംഗ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഈ നമ്മൾ ഇവിടെ പ്രസ് ചെയ്ത് ഹാൻഡിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ പിസ്റ്റൺ റിങ് നമുക്ക് അകത്തി ഇങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റും. നേരെ തിരിച്ചും ഈ ഹാൻഡിൽ പ്രസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, പിസ്റ്റൺ അകത്തി പിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പിസ്റ്റന്റെ ടോപ്പിൽ അല്ലെങ്കിൽ പിസ്റ്റന്റെ സ്ലോട്ടിലേക്ക് നമ്മൾ അയാളെ ഇറക്കി വെക്കുന്നത്. അപ്പൊ അതാണ് എന്ത്, ഒരു പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം എന്താണെന്ന് നോക്കിയേ, പിസ്റ്റൺ റിങ്ങോട് കൂടിയുള്ള ആ പിസ്റ്റണെ എങ്ങനെയാണ് നമ്മൾ സിലിണ്ടറിനകത്തേക്ക് ഇറക്കി വെക്കുന്നത്, അതിന് ഉപയോഗിക്കുന്ന ടൂൾ എന്താണ്. അപ്പൊ എന്താന്ന് മനസ്സിലായി, പിസ്റ്റൺ റിംഗ് കംപ്രസർ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. Then third question, the nozzle valve in the injector unit is lifted off from its seat by. അതായത് ഇപ്പൊ ഒരു ഇഞ്ചക്ടർ, എവിടെയാണ് ഇഞ്ചക്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു ഡീസൽ എഞ്ചിനിലാണ് നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ടർ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന ആ ഒരു ഇഞ്ചക്ടർ യൂണിറ്റില് അവസാനം വരുന്ന ഒരു കമ്പോണന്റ് ആണ് നോസിൽ വാൽവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നോസിൽ വാൽവ് എന്നൊക്കെ പറയുന്നത് ഇഞ്ചക്ടറിന്റെ ഏറ്റവും ടിപ്പില് ലാസ്റ്റ് വരുന്നതാണ്. അപ്പോ അവിടെ ഒരു വാൽവ് ഉണ്ട്, നോസിൽ വാൽവ് ഉണ്ട്. ഈ വാൽവിനെ ലിഫ്റ്റ് ചെയ്താൽ മാത്രമാണ് എന്ത്, ഡീസലിനെ എഞ്ചിന്റെ അകത്തേക്ക്, സിലിണ്ടറിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ വാൽവ് ലിഫ്റ്റിംഗ്, നോസിൽ വാൽവിന്റെ ആ ലിഫ്റ്റിംഗ് നടക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സ്പ്രിംഗ് പ്രഷറിന്റെ ആ ഒരു ഉപയോഗം കൊണ്ടാണോ,
ഹൈ പ്രഷർ ഡീസൽ വന്നിട്ടാണോ, സ്പിൻഡിൽ പ്രഷർ ആണോ, ദെൻ കംപ്രഷൻ പ്രഷർ ആണോ? ഇതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ഇഞ്ചക്ടറിന്റെ ഫിഗർ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഇവിടെ കുറെ കമ്പോണൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം, അതിലേക്ക് പോകുന്നില്ല. നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് ഇവിടെ നോക്കിയതേ, ഇവിടെ ലൈൻ വരുന്നുണ്ട്. അതായത് നമ്മുടെ പമ്പ് ഉണ്ട്, ഓരോ ഡീസൽ എഞ്ചിൻ എന്തുണ്ടാവും, ഹൈ പ്രഷർ പമ്പുകൾ ഉണ്ടാവും. ഈ ഹൈ പ്രഷർ പമ്പിൽ നിന്നും എന്ത് വരും, ഹൈ പ്രഷർ ഡീസൽ വരും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഞ്ചക്ടർ വഴി കടത്തി നമ്മളുടെ സിലിണ്ടറിനകത്തേക്ക് വിടുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു പാസേജ് കാണാം, ഹൈ പ്രഷർ കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അതുവഴി ആര് കയറി വരുന്നുണ്ട്, ഡീസല് കയറി വരുന്നുണ്ട്. എന്നിട്ട് അയാൾ എങ്ങോട്ട് പോകും, ഇതിലെ കയറി വരുന്ന ഡീസല് ഇതിലെ താഴേക്ക് ഇറങ്ങും. അങ്ങനെ താഴേക്ക് വരുന്ന ആള് ഈ ഒരു പോർഷനിലേക്ക് കയറുന്നു. ഇതിനാണ് നമ്മൾ ഈ താഴേക്ക് വന്നിട്ട് ഇതിനാണ് നമ്മൾ വാൽവ് സീറ്റ് എന്ന് പറയുന്നത്. വാൽവ് സീറ്റ്, ഓക്കെ, നോസിൽ വാൽവ് സീറ്റ്. ഈ ടിപ്പിനാണ് നമ്മൾ ആ ഒരു നോസിൽ എന്ന് പറയുന്നത്, നോസിൽ. എന്നിട്ട് ഇവിടെ വരുന്ന ആളുടെ അപ്പം എന്താണ്, പ്രഷർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, പമ്പ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രഷർ ഡീസലിന്റെ കൂടിക്കൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ പ്രഷർ എത്തിക്കഴിയുമ്പോൾ ഇതിന്റെ മുകളിലൊക്കെ നമ്മൾ സ്പ്രിങ് നോസിൽ സ്പ്രിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നോസിൽ സ്പ്രിങ്ങിനേക്കാളും കൂടിയ ഒരു പ്രഷർ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളുടെ ഈ വാൽവ് ഇവിടെ നിന്ന് മുകളിലേക്ക് ലിഫ്റ്റ് ആവും. അതായത് നോസിൽ അവിടെ ഓപ്പൺ ആയിട്ട് കിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് ആ വാൽവ് ഓപ്പൺ ആയത്, ഈ വരുന്ന ഡീസലിന്റെ പ്രഷർ കൂടിയത് കൊണ്ടാണെന്ത്, അല്ലെങ്കിൽ ആ പ്രഷർ വെച്ചിട്ടാണെന്ത് ഇവിടെ ആ നോസില് ഓപ്പൺ ആയത്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ഹൈ പ്രഷർ ഡീസൽ ആണ് നമ്മളുടെ ആൻസർ. ഒന്നുകൂടി നോക്കുക, ദ നോസിൽ വാൽവ് ഇൻ ദ ഇഞ്ചക്ടർ യൂണിറ്റ് ഈസ് ലിഫ്റ്റഡ് ഓഫ് ഫ്രം ഇറ്റ് സീറ്റ്. എങ്ങനെയാണ് നോസിൽ വാൽവ് മുകളിലേക്ക് ഉയരുന്നത്, ഹൈ പ്രഷർ ഡീസൽ വരുന്നതുകൊണ്ടാണ് നോസിൽ വാൽവ് മുകളിലേക്ക് ഉയരുന്നത്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. Then fourth one, the useful power obtained at the engine flywheel is called. അതൊരു എഞ്ചിൻ ഫ്ലൈവീലിലേക്ക് നമുക്ക് കിട്ടുന്ന ആ ഒരു യൂസ്ഫുൾ പവർ, നമുക്ക് ആ ഒരു പവർ ആണ് എന്ത് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെ വണ്ടി ഓടാനായിട്ടൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ആ ഒരു ഫൈനലി കിട്ടുന്ന ആ പവർ. ആ പവറിനെ നമ്മൾ എന്ത് വിളിക്കും എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇൻഡിക്കേറ്റഡ് പവർ, ദെൻ ബി ഫ്രിക്ഷണൽ പവർ, ദെൻ സി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, ദെൻ ഓപ്ഷൻ ഡി ബ്രേക്ക് പവർ. അപ്പൊ അത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം നമുക്ക് നോക്കി വിടാം. കാരണം അയാൾ എന്തായാലും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമ്മൾ എന്താണ് നേരത്തെ പോലെ കേൾക്കുന്ന ഒരാളാണ്, അയാൾക്ക് ഇതായിട്ട് വലിയ ബന്ധമൊന്നുമില്ല നമുക്കറിയാം. ഇത്രേ ഉള്ളൂ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എഫേർട്ട് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ടേമാണ്. നമ്മളൊരു സ്കൂൾ ലെവൽ ടെക്സ്റ്റുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഒരു കല്ല് നമുക്ക് തള്ളി മാറ്റാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള വലിയൊരു കല്ലിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ഒരു ലിവർ മെക്കാനിസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ തള്ളി മാറ്റാനായിട്ട് പറ്റും. അപ്പൊ അവിടെ എന്താണ്, ഒരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടിയെന്ന് നമ്മൾ പറയും. സാധാരണ നമ്മൾ എടുത്തു മാറ്റാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു കമ്പോണന്റിനെ നമ്മൾ എടുത്തു മാറ്റാനായിട്ട് ഇതുപോലെ ഒരു ലിവർ മെക്കാനിസം ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്ത് കിട്ടും, എനിക്കൊരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടും എന്ന് പറയും. അപ്പോൾ എന്തായാലും ഓപ്ഷൻ സി അല്ല നമുക്ക് ഇവിടെ അപ്പൊ തന്നെ മനസ്സിലായി, എഞ്ചിൻ ഫ്ലൈ വീലിൽ നമുക്ക് ഒരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അല്ല കിട്ടുന്നത്. ദെൻ ബാക്കി 3 പേര്, ഇൻഡിക്കേറ്റഡ് പവർ, ഫ്രിക്ഷണൽ പവർ, ബ്രേക്ക് പവർ, ഇവരും 3 പേരും എന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇൻഡിക്കേറ്റഡ് പവർ. എന്താണ് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാല്, എഞ്ചിൻ സിലിണ്ടറിന് അകത്ത് ഫ്യൂവൽ കത്തുമ്പോൾ അതിന്റെ അകത്ത് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പവർ, അതിനാണ് നമ്മൾ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് നമ്മൾ പറയുന്നത്. ദെൻ എന്താണ് ഫ്രിക്ഷണൽ പവർ എന്ന് പറഞ്ഞാല്, നമ്മുടെ എഞ്ചിനകത്ത് ഒരുപാട് മൂവിങ് കമ്പോണൻസ് ഉണ്ട്, ശരിയല്ലേ. അതായത് റിലേറ്റീവ് മോഷൻ വരുന്ന അല്ലെ, ആ റിലേറ്റീവ് മോഷൻ വരുന്ന ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അങ്ങനെ റിലേറ്റീവ് മോഷൻ വരുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ഈ ഇൻഡിക്കേറ്റഡ് പവർ, ഉണ്ടായ പവറിൽ നിന്ന് കുറച്ച് പവർ എന്ത് ചെയ്യും, ആ ഒരു പവർ ഉപയോഗിച്ചിട്ട് ഫ്രിക്ഷനെ ഓവർകം ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പവറാണ് ഫ്രിക്ഷണൽ പവർ. ഓക്കെ, അപ്പൊ എഞ്ചിൻ ഫ്ലൈവീലിലേക്ക് ഇൻഡിക്കേറ്റഡ് പവർ കിട്ടിയിട്ടില്ല, ഫ്രിക്ഷണൽ പവറും കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ ആരാ വരുന്നത്, ലാസ്റ്റ് ഓപ്ഷൻ ബ്രേക്ക് പവർ. അതായത് ഇൻഡിക്കേറ്റഡ് പവറിൽ നിന്നും കുറച്ച് പവർ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ ഉപയോഗിച്ചു, അതാണ് ഫ്രിക്ഷണൽ പവർ. അതിനുശേഷമാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് പുറത്തേക്ക് കിട്ടുന്ന പവർ, അതാണ് ബ്രേക്ക് പവർ. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ ഡി. ഇനി ഇവരൊരു റിലേഷൻ ഒക്കെ നമുക്ക് പറയാൻ പറ്റും, ഇൻഡിക്കേറ്റഡ് പവറും ഫ്രിക്ഷണൽ പവറും ബ്രേക്ക് പവറും തമ്മിലൊക്കെ ഒരു റിലേഷൻ നമുക്ക് പറയാൻ പറ്റും. അത് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞാല് IP, ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ബ്രേക്ക് പവർ പ്ലസ് ഫ്രിക്ഷണൽ പവർ ആണ്. ബ്രേക്ക് പവർ പ്ലസ് ഫ്രിക്ഷണൽ പവർ ആണ് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ. വേറെ രീതിയിൽ നോക്കാം, എന്താണ് ബ്രേക്ക് പവർ, പുറത്തേക്ക് കിട്ടുന്ന ബ്രേക്ക് പവർ എന്താണ്, ഈ FP ഇപ്പുറത്തേക്ക് ഉണ്ടായാൽ മതി അല്ലെ, IP മൈനസ് FP. ഇൻഡിക്കേറ്റഡ് പവറിൽ നിന്നും ഫ്രിക്ഷണൽ പവർ കുറച്ചിട്ട് കിട്ടുന്നതാണ് എന്ത്, ബ്രേക്ക് പവർ എന്നും എനിക്ക് പറയാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയാണ്.
ദ വിയർ ഓൺ ടയർ ഈസ് മോർ ഓൺ വൺ സൈഡ് ഈസ് ഡ്യൂ ടു. അതായത് നമ്മുടെ വണ്ടിയുടെ ഒക്കെ ടയറിന്റെ ഒരു സൈഡ് കൂടുതൽ തേഞ്ഞു പോകാൻ എന്താണ്, തേയ്മാനം കൂടാൻ കാരണം എന്താണെന്നാണ് ചോദ്യം. ഒരു സൈഡ് മാത്രം മെയിൻ ആയിട്ട് തേഞ്ഞു പോകുന്നതിന് എന്താണ് കാരണം? ഓപ്ഷൻ എ ഇൻകറക്റ്റ് ക്യാമ്പർ ആംഗിൾ, ഓപ്ഷൻ ബി ലോ ടയർ പ്രഷർ, ഓപ്ഷൻ സി ഹൈ ടയർ പ്രഷർ, ഓപ്ഷൻ ഡി സഡൻ ആക്സലറേഷൻ. സഡൻ ആക്സലറേഷൻ. അപ്പൊ ഇത് ചിലപ്പോൾ നമുക്ക് അറിയാവുന്നതായിരിക്കും, കൂടുതൽ പേർക്കും അറിയാവുന്ന ഒരു വീൽ അലൈൻമെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നൊരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ലാസ്റ്റ് ഓപ്ഷൻ പോലെ നമുക്ക് ജസ്റ്റ് നോക്കാം. സഡൻ ആക്സലറേഷൻ. സഡൻ ആക്സലറേഷൻ വഴി എന്ത് സംഭവിക്കണമെന്നില്ല, ആ ഒരു ഭാഗം പ്രത്യേകിച്ച് തേഞ്ഞു പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. സഡൻ ആക്സലറേഷൻ ആയിട്ട് ബന്ധമൊന്നുമില്ല. ഹൈ ടയർ പ്രഷർ ആയിട്ടും ബന്ധമൊന്നുമില്ല. കാരണം ഒരു സൈഡാണ് തേയേണ്ടത്. ഹൈ ടയർ പ്രഷർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം പ്രഷറാണ്, അതിൽ വേറെ തേയ്മാനമായിട്ട് അവിടെ ബന്ധം വരുന്നില്ല. ദെൻ ലോ ടയർ പ്രഷർ. ലോ ടയർ പ്രഷർ ആയി കഴിഞ്ഞാൽ തേയ്മാനമൊക്കെ ഉണ്ടാവും, പക്ഷെ ചോദ്യം ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ്, ഒരു പ്രത്യേക സൈഡ് മാത്രമാണെന്ത് തേഞ്ഞു പോകുന്നത്. അപ്പൊ ബി സി ഡി ഈ 3 ഓപ്ഷൻ അല്ല നമുക്കറിയാം. ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കിയേ, എന്താണ് ഓപ്ഷൻ എ ഇൻകറക്റ്റ് ക്യാമ്പർ ആംഗിൾ. ഇൻകറക്റ്റ് ക്യാമ്പർ ആംഗിൾ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, വെഹിക്കിൾ ടയറിന്റെ ഒരു സൈഡ് മെയിൻ ആയിട്ട് തേഞ്ഞു പോകാനായിട്ട് കാരണം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ക്യാമ്പർ ആംഗിൾ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്യാമ്പർ ആംഗിൾ എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. നെഗറ്റീവ് ക്യാമ്പർ ഉണ്ട്, പോസിറ്റീവ് ക്യാമ്പർ ഉണ്ട്. നെഗറ്റീവ് ക്യാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ഇതാണ് നമ്മളുടെ ആ ഒരു വെർട്ടിക്കൽ ലൈൻ അല്ലെ, ഇതാണ് നമ്മളുടെ വെർട്ടിക്കൽ ലൈൻ. ഈ വെർട്ടിക്കൽ ലൈനിൽ നിന്നും ഒരു പർട്ടിക്കുലർ ആംഗിള് അകത്തേക്ക് നമ്മുടെ ആ വീല് ചെരിഞ്ഞിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നെഗറ്റീവ് ക്യാമ്പർ നമ്മൾ പറയുന്നത്. ഇനി നേരെ തിരിച്ച് ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മളുടെ ആ ഒരു വെർട്ടിക്കൽ ആംഗിൾ അല്ലെ, സോറി വെർട്ടിക്കൽ ലൈൻ. ആ വെർട്ടിക്കൽ ലൈനിൽ നിന്നും എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ ആംഗിള് പുറത്തേക്കാണ് വീല് തള്ളിയിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് പറയും, പോസിറ്റീവ് ക്യാമ്പർ നമ്മൾ പറയും. എല്ലാ വണ്ടിയിലും ഈ പറയുന്ന പോസിറ്റീവ് ക്യാമ്പറോ നെഗറ്റീവ് ക്യാമ്പറോ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ എന്ത് ടൈപ്പ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വണ്ടി ഓഫ് റോഡ് ആണോ അല്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന റോട്ടിൽ കൂടി ഓടുന്ന വണ്ടിയാണോ എന്നൊക്കെ അപേക്ഷിച്ചിട്ട് ഈ പോസിറ്റീവ് ക്യാമ്പറും നെഗറ്റീവ് ക്യാമ്പറൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷണൽ സ്റ്റെബിലിറ്റിക്കും സ്റ്റിയറിംഗ് വീലിന്റെ ആ ഒരു ബെറ്റർ ആയിട്ടുള്ള വർക്കിങ്ങിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പർ ആംഗിൾ സെറ്റ് ചെയ്യുന്നത്. ഡയറക്ഷൻ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കോർണറൊക്കെ എടുക്കുമ്പോൾ ആ സമയത്ത് കുറെ മാറ്റങ്ങളൊക്കെ ഈ വീലിലും ഇതൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനെയൊക്കെ വീണ്ടും എന്ത് ചെയ്യണം, തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, വീണ്ടും ആ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമ്പർ ആംഗിൾ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, ഈ ക്യാമ്പർ ആംഗിൾ കൊടുക്കുന്നോണ്ടാണെന്ത് ഈ വീലിന് ഒരു ചെരിവ് കിട്ടുന്നുണ്ട്, ശരിയല്ലേ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എവിടെ തേയ്മാനം വരും, ഈ സൈഡിൽ തേയ്മാനം കൂടും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എവിടെ തേയ്മാനം കൂടും, ഈ ഭാഗത്ത് തേയ്മാനം കൂടും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരുപാട് ഭയങ്കര ചെരിവല്ല, ചെറിയൊരു ആംഗിൾ ഓഫ് ടിൽറ്റ് ആണ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ക്യാമ്പർ ആംഗിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഏതെങ്കിലും ഒരു സൈഡ് അവിടെ കൂടുതലായിട്ട് തേയും അല്ലെങ്കിൽ കൂടുതലായിട്ട് അവിടെ വിയർ വരും. അപ്പോ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇൻകറക്റ്റ് ക്യാമ്പർ ആംഗിൾ കൊണ്ട് എന്ത് സംഭവിക്കും, ടയറിൽ കൂടുതലായിട്ട് തേയ്മാനം വരും, ഒരു സൈഡിൽ കൂടുതലായിട്ട് തേയ്മാനം വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലാണ് നമ്മുടെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.